വേണു വേഗം വന്ന് കാറിൽ കയറി. കിട്ടിയോ? വേണു ഫയൽ തുറന്ന് അതിനുള്ളിൽ ഭദ്രമായിരിക്കുന്ന പെൻ ക്യാമറ കാണിച്ചു. അതിൽ തന്നെ വെച്ചോ. കൃഷ്ണ ഗ്രൂപ്പിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്ത് ആയുഷ് ഇറങ്ങി. പിന്നാലെ ഫയലുമായി വേണുവും. ഫയൽ സീറ്റിൽ വച്ചേക്ക് വേണു കേട്ടാ. അത് കേട്ടതും വേണു വീണ്ടും ഡോർ തുറന്ന് ഫയൽ സീറ്റിൽ വെച്ചു. ആയുഷ് കാർ ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടുപേരും ഓഫീസിലേക്ക് കയറി ചെന്നു. അളക പായയിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഉമ്മറത്ത് ആരുടെയോ സംസാരം കേട്ടത്. ആരാ അത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റു. അകത്തേക്ക് വന്ന ആളെ കണ്ടതും അവൾ ഒരു നിമിഷം വല്ലാതെയായി. പാർത്ഥസാരഥി. അയാൾ അകത്തേക്ക് വന്ന് അളകയ്ക്ക് അടുത്ത് കസേര നീക്കിയിട്ടിരുന്നു. പിന്നാലെ വിനയനുമുണ്ട്. ഞാനന്ന് വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. കോടതിയിൽ അന്നേക്ക് വെച്ച ഒരു കേസുണ്ടായിരുന്നു. ചടങ്ങുകൾക്കൊന്നും നിൽക്കാൻ പറ്റിയില്ല. അയാൾ സൗഹൃദമെന്നോണം പറഞ്ഞു. മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്തുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. എന്ത് ബുദ്ധിമുട്ട്? വക്കീൽ എന്താ ഉദ്ദേശിക്കുന്നേ? പാർത്ഥസാരഥിയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതിരുന്ന വിനയൻ ചോദിച്ചു. അതല്ല വിനയ, മോൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ചതാ. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്. അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അളക തലചരിച്ച് ഇടയ്ക്കിടെ വാതിൽക്കലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മോൾ ആരെയാ നോക്കുന്നത്? പാർത്ഥസാരഥി ചോദിച്ചു. അല്ല, സാറിൻ്റെ മകൻ വന്നിട്ടില്ലേ? ഞായറാഴ്ച നാട്ടിൽ വരുമെന്നല്ലേ പറഞ്ഞത്? അളകയുടെ ചോദ്യത്തിന് മുന്നിൽ അയാളൊന്ന് പരിങ്ങി. ആരുടെ കാര്യാ അളക ചോദിക്കുന്നത്? അവരുടെ സംസാരത്തിൽ എന്തോ അപാകത തോന്നിയ വിനയൻ ചോദിച്ചു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ചോദിച്ചതാ. ജർമ്മനിയിലോ ഇറ്റലിയിലോ അങ്ങനെ ഏതാണ്ട് സ്ഥലത്താണെന്നാ അച്ഛൻ പറഞ്ഞത്. ഞായറാഴ്ച, അതായത് കല്യാണത്തിൻ്റെ അന്ന് കാലത്തെ വരികയുള്ളൂ എന്നാ പറഞ്ഞത്. വിനയൻ അളകയെയും പാർത്ഥസാരഥിയെയും മാറി മാറി നോക്കി. അളക, എന്തായി പറയുന്നേ? വക്കീലിൻ്റെ മകനെ കാണാതെയാണോ നീ കല്യാണത്തിന് സമ്മതിച്ചത്? അളക വിനയന്റെ മുഖത്തേക്ക് നിസ്സഹായ ഭാവത്തിൽ നോക്കി. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. പാർത്ഥസാരഥി എന്ത് പറയണമെന്നറിയാതെ വിനയന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ നീ ഇദ്ദേഹത്തിന്റെ മകനെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. ശരി, എങ്കിൽ ഞാൻ പറയുന്നു, നിനക്ക് ഏറെ പരിചിതനാണ് ഇദ്ദേഹത്തിന്റെ മകനെന്ന്. അളക ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. പാർത്ഥസാരഥി എഴുന്നേറ്റ് വിനയന്റെ അടുത്തേക്ക് ചെന്നു. വിനയൻ, വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പറയാം. ഞാൻ ആദ്യം ഇവളോട് കാര്യം പറയട്ടെ. അതിനു മുന്നേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നിൽക്ക്. അളകയുടെ സ്വരം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ചെറിയച്ഛൻ പറയൂ. ഞാൻ അറിയുന്ന ആളാണെങ്കിൽ എനിക്കറിയണം. ആദിത്യൻ. അവന്റെ അച്ഛനാണ് ഈ പാർത്ഥസാരഥി. വിനയൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അളക ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു. താനെന്താ ഇപ്പോൾ കേട്ടത്? ആദിയെയാണോ തനിക്ക് വരനായി അച്ഛൻ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് രണ്ടുപേരും തന്നോടത് മറച്ചു വെച്ചു? അച്ഛൻ കബളിപ്പിക്കപ്പെട്ടതാണോ? അതുകൊണ്ടാണോ അച്ഛൻ മരിച്ച് ഈ നേരം വരെ അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത്? അച്ഛൻ്റെ കർമ്മങ്ങൾ നടക്കുമ്പോൾ മുറ്റത്തെവിടെയോ ഒരു നിഴൽ കണ്ടിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? വിനയൻ ചോദിച്ചു. എനിക്ക് ആദിയോട്, അങ്കിൾ അവനോട് ഒന്നിവിടം വരെ വരാൻ പറയൂ. അതിനുശേഷം ബാക്കി എന്തും തീരുമാനിക്കാം. പാർത്ഥസാരഥി വിനയനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് വിനയ. മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. അളകയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. എല്ലാവരും കൂടി തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു. കാണിച്ചു തരാൻ ഞാൻ. ഓഫീസിലെ കാര്യങ്ങൾ ഒരുവിധം തീർത്തിട്ട് ആയുഷ് വേണുവിനെയും കൂട്ടി വലിയ മംഗലത്തേക്ക് പോയി. ഒന്നും കഴിക്കാതെ രാവിലെ പോയതല്ലേ? ഉച്ചയ്ക്ക് നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ അമ്മ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ആയുഷിനെ കണ്ടതും ഇന്ദിര സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു. ഞാൻ റൂമിലുണ്ടാകും. ഒരു വർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഊണ് കഴിക്കാം. ആയുഷ് അമ്മയുടെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. പിന്നാലെ വേണുവും. വേണു, നിനക്കും വേണ്ടേ? ഞാൻ വരാം ഇന്ദു അമ്മേ. രണ്ടുപേരും റൂമിൽ കയറി കഥ കടയ്ക്കുന്നത് കണ്ട് ഇന്ദിര താഴെ നിന്നു. മുറിയിൽ കടന്ന് ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടുപേരും ബെഡിലേക്ക് ഇരുന്നു. ആയുഷ പെന്നിന്റെ മേലത്തെ ടോപ്പൂരി അതിലെ പിൻ ഫോണിലേക്ക് കണക്ട് ചെയ്തു. ആദ്യം മുതലുള്ള ദൃശ്യങ്ങൾ അതിൽ വന്നു തുടങ്ങി. അച്ഛനും മകളും തമ്മിലുള്ള വികാരനിർഭരമായ സംഭാഷണങ്ങളും അവരുടെ രാത്രിയിലുള്ള കെട്ടിപ്പിടിച്ച ഉറക്കവും ആയുഷിനെ വല്ലാതെ വേദനിപ്പിച്ചു. പിറ്റേന്ന് ഒരുങ്ങി ഹോസ്പിറ്റലിൽ പോകുന്നതും അതിനടുത്ത ദിവസം കാലത്ത്, അതായത് വെള്ളിയാഴ്ച, സങ്കടം നിറഞ്ഞ സ്വരത്തിൽ അളകയോട് ഹരിമാഷ് സംസാരിക്കുന്നതും നാളെ രാത്രിയിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നതും വൈകുന്നേരം ആദി ഗോൾഡും ഡ്രസ്സും മാഷിന്റെ കയ്യിൽ കൊടുക്കുന്നതും അളക വന്നപ്പോൾ അതവളെ കൊണ്ട് അലമാരയിൽ വയ്പ്പിക്കുന്നതും രാത്രിയിൽ സങ്കടത്തോടെ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നതും എല്ലാം കണ്ട് രണ്ടുപേർക്കും ഒത്തിരി സങ്കടം വന്നു. ശനിയാഴ്ചയിലെ ഡേറ്റ് തെളിഞ്ഞു കണ്ടതും വേണുവിന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി.
ആയുഷിന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ശനിയാഴ്ച കാലത്ത് അളകയോട് മാഷ് പറയുന്നുണ്ട്, രാത്രിയിലേക്ക് ഒന്നും വയ്ക്കേണ്ട, മോൾക്ക് ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി വാങ്ങിക്കാമെന്ന്. രാത്രിയിൽ അത് കഴിക്കുമ്പോൾ എനിക്ക് മോളോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ട് എൻ്റെ മോൾ അച്ഛനെ വെറുക്കരുത്. അതൊക്കെ പറഞ്ഞ് അല്ലി ഇറങ്ങുമ്പോൾ നേരത്തെ വരാൻ പറയുന്നതും യാത്ര പറഞ്ഞിറങ്ങിയതിന് ശേഷം പിന്നെയും തിരിഞ്ഞു നോക്കുന്നതും സങ്കടം കൊണ്ട് അളക കണ്ണു തുടയ്ക്കുന്നതും കണ്ട് വേണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അളക ഇറങ്ങിപ്പോയതിനു ശേഷം ഹരിപ്രസാദ് പൊട്ടിക്കരയുന്നതാണ് അവർ കണ്ടത്. എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ എൻ്റെ കുട്ടി അതെങ്ങനെ സഹിക്കും? സ്വന്തമല്ലാത്ത കണ്ടുകൊണ്ട് ഒരിക്കലും താനോ സീതയോ അല്ലിമോളെ നോക്കിയിട്ടില്ല. ഞങ്ങൾക്കിടയിലെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും അവളെക്കുറിച്ച് വേറിട്ട ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. അമ്മ എന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും സീതയ്ക്ക് അവളെ വഴക്ക് പറയുകയോ തല്ലുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്നത് വേണമെന്ന് എൻ്റെ കുട്ടി ഒരിക്കൽ പോലും വാശി പിടിച്ചിട്ടില്ല. എന്താണോ അവൾക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് അത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും. സീതയ്ക്ക് അവളോടുള്ള സ്നേഹം കാണുമ്പോൾ, കരുതൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകും, സീത പ്രസവിച്ച കുഞ്ഞ് തന്നെയല്ലേ ഇതെന്ന്. സീതയുടെ മരണത്തോടെയാണ് ജീവിതത്തിൻ്റെ താളം തെറ്റിയത്. അന്നത്തെ ആ ആക്സിഡന്റ് ഉണ്ടായില്ലെങ്കിൽ സീത ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. തനിക്കും ഈ അവസ്ഥ വരില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടി എൻ്റെ അല്ലിമോളാവുമായിരുന്നു. ഇപ്പോൾ തോന്നുന്നു അന്ന് അല്ലിമോളെ സ്വീകരിക്കേണ്ടായിരുന്നു എന്ന്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി. അല്ല, ഞാൻ ആരോടാ ഈ സംസാരിക്കുന്നതൊക്കെ? അല്ലെങ്കിലും അല്ലിമോള് പറയും, അച്ഛനെന്തിനാ തുണയ്ക്കൊരാള്, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളല്ലേ എന്ന്. അതും പറഞ്ഞ് അയാളൊന്ന് ചുമച്ചു. എന്നിട്ട് മേശപ്പുറത്തു നിന്നും കൈയെത്തിച്ച് ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു. അപ്പുറത്ത് ഫോൺ എടുത്തു എന്ന് തോന്നിയതും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, വൈകുന്നേരത്തേക്ക് 2 മട്ടൻ ബിരിയാണി വേണം. സ്ഥലവും മറ്റും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 4 മണിക്ക് മുന്നേ കൊണ്ടുവന്നോളാനും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. പിന്നെ കുറച്ചു നേരം ഉറങ്ങി. 1 മണിയായപ്പോൾ എഴുന്നേറ്റ് വോക്കറിന്റെ സഹായത്താൽ വാഷ്റൂമിലേക്ക് പോയി. അതിനുശേഷം മേശപ്പുറത്ത് എടുത്തു വെച്ച ചോറ് മൂടി തുറന്നെടുത്ത് കഴിച്ചു. പിന്നെ വീണ്ടും വാഷ്റൂമിൽ പോയി വന്നു. മേശപ്പുറത്ത് എടുത്തു വെച്ച ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. വീണ്ടും ബെഡിലേക്ക് കിടന്നു. 10 മിനിറ്റ് നേരം കണ്ണടച്ച് കിടന്നു കാണും. അപ്പോഴാണ് മുറിയിലേക്ക് ഒരാൾ കയറി വന്നത്. അയാൾ മാഷിന്റെ അടുത്ത് വന്നു നിന്നു. പുറം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല. അയാൾ മാഷിനെ ഒന്ന് തൊട്ട് വിളിച്ചു. പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു. ആ, വിനയനോ? ഹരിമാഷ് ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഇരിക്ക്. അയാൾ അടുത്ത് കിടക്കുന്ന കസേര ചൂണ്ടി പറഞ്ഞു. വിനയൻ മെല്ലെ കസേരയിലേക്ക് ഇരുന്നു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയെന്നറിഞ്ഞു. ആ, മിനിയാന്ന്. ഡോക്ടർ എന്തു പറഞ്ഞു? എന്ത് പറയാൻ, മരുന്നിന് കുറിച്ച് തന്നു. കഴിക്കുന്ന മരുന്ന് തന്നെ. അത് വീണ്ടും വീണ്ടും കഴിച്ചോളാൻ. അല്ലാതെ അവരെന്ത് പറയാൻ? ഹരിപ്രസാദ് ഒന്ന് ചിരിച്ചു. നീ എന്താ ഈ നേരത്ത്? വെറുതെ. നാളെ കല്യാണമല്ലേ, ഒരുക്കങ്ങൾ ഏതുവരെയായി? വിനയൻ ചോദിച്ചതും അയാൾ വളരെ വിഷമത്തോടെ തലകുനിച്ചു. ഒരുക്കങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല വിനയ. ഇന്നലെ വക്കീൽ കുറച്ച് സ്വർണവും മോൾ കൊടുക്കാനുള്ള പുടവയും കൊണ്ടു തന്നു. അത് തന്നെ ഒരുക്കങ്ങൾ. ഞാനിപ്പോൾ വന്നത് ഏട്ടനോടൊരു കാര്യം പറയാനാണ്. എന്താ വിനയ? അളകയുടെ കല്യാണം നാളെ നടക്കുകയാണല്ലോ. അവളെ കല്യാണം കഴിക്കുന്നത് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഫാമിലിയിലാണല്ലോ, അല്ലേ? അതെ. നെറ്റിച്ചുളിഞ്ഞുകൊണ്ടാണ് ഹരിപ്രസാദ് മറുപടി പറഞ്ഞത്. ഞാൻ ഏട്ടനോടൊരു കാര്യം പറയട്ടെ? പറയൂ. അളകയെ കൊണ്ടുപോകുന്നിടത്ത് ഒറ്റ മോനല്ലേ? അതെ. അപ്പോൾ പിന്നെ ഈ 1.5 ഏക്കർ ഭൂമി ഏട്ടൻ എനിക്ക് തന്നൂടെ? ഹരിപ്രസാദിന്റെ മുഖത്ത് ഒരു ഞെട്ടൽ പ്രകടമായി. വിനയൻ എന്തായി പറഞ്ഞത്? ഏട്ടാ, അവർക്ക് ഈ ഭൂമിയുടെ ആവശ്യം ഒന്നുമില്ലല്ലോ. എൻ്റെ അവസ്ഥ ഏട്ടൻ അറിയുന്നതല്ലേ. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ചു. അവരുടെ ഈ 2 പ്രസവവും കഴിഞ്ഞു. കടം മുട്ടി ഉള്ള കിടപ്പാടം പണയത്തിലുമാണ്. ജീവിക്കാൻ ഗതിയില്ല. പരിഭ്രമം നിറഞ്ഞ മിഴികളോടെ അദ്ദേഹം വിനയനെ നോക്കി. ഏട്ടൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൽ നിന്നും മറുപടിയില്ലെന്ന് കണ്ട് വിനയൻ ചോദിച്ചു. വിനയ. അദ്ദേഹം പതിയെ വിളിച്ചു. വിനയൻ തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി. ഈ വീടും 1.5 ഏക്കർ പുരയിടവും എൻ്റെ അധ്യാപക ജോലിയും എങ്ങനെ കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നീ അറിയാൻ. ഇതൊക്കെ അല്ലിക്ക് വേണ്ടി, അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവളുടെ മുത്തച്ഛൻ കൊടുത്തതാണ്. അത് അവൾക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്താ, അവളുടെ സ്വന്തം. അതെങ്ങനെ ഞാൻ നിനക്ക് തരും വിനയ? പക്ഷേ ഇത് ഏട്ടൻ്റെ പേരിലല്ലേ. അപ്പോൾ പിന്നെ ഏട്ടൻ ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ. മുഴുവൻ വേണ്ട. വീടും 1/2 ഏക്കറും അളകയ്ക്ക് കൊടുത്തിട്ട് 1 ഏക്കർ ഭൂമി എൻ്റെ പേരിൽ എഴുതി തന്നൂടെ? എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും. വിനയൻ പ്രതീക്ഷയോടെ ഹരിമാഷിനെ നോക്കി. അങ്ങനെ ചെയ്യാൻ മാത്രം എന്ത് പുണ്യമാണ് നീ എന്നോടും മോളോടും ചെയ്തിട്ടുള്ളത്? ദ്രോഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറം നീ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിരുന്നിട്ടും നീ അതിനെ തന്തയില്ലാത്തവൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ലേ? ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെല്ലാം നീ കൈവശപ്പെടുത്തിയില്ലേ? വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക്. നിറമുള്ള വസ്ത്രങ്ങൾ അന്യമായിരുന്നു അവൾക്ക്. നിന്റെ മക്കൾ ഉപേക്ഷിച്ച കീറിയതും പഴകിയതും നിറം മങ്ങിയതും ആയ വസ്ത്രങ്ങളല്ലേ എൻ്റെ കുട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധരിച്ചിരുന്നത്.
എന്തിന്? അമ്മയില്ലാത്ത കുട്ടിയാ. അവൾക്കിടാനുള്ള അടിവസ്ത്രങ്ങൾക്ക് പോലും നിന്റെ അടുത്ത് കെഞ്ചി നിന്നിട്ടല്ലേ എൻ്റെ കുട്ടി. അതൊക്കെ കണ്ടിട്ട് നെഞ്ച് മരവിച്ച് കിടന്ന ഒരച്ഛനാ ഞാൻ. നിന്റെ ഭാഷയിൽ ഞാൻ അവളുടെ അച്ഛനല്ലായിരിക്കാം. അവളൊന്ന് കരയുമ്പോൾ പിടയുന്നൊരു മനസ്സെനിക്കുണ്ടോ? എൻ്റെ നെഞ്ചിൽ കിടത്തി താരാട്ട് പാടുമ്പോൾ സ്വയം മറന്നവൾ ഉറങ്ങാറുണ്ടോ? പിച്ച വയ്ക്കുമ്പോൾ കാലിടറി വീഴുന്നത് കാണെ ഓടിയണഞ്ഞ നെഞ്ചോടടക്കി പിടിക്കാൻ എൻ്റെ ഉള്ളം കൊതിക്കുന്നുണ്ടോ? കഥ പറഞ്ഞവളെ ഓട്ടാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നുണ്ടോ? ഈ വികാരങ്ങളെല്ലാം എന്നിൽ നിറയുന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ അച്ഛനാണ്. അവൾ എനിക്ക് പിറന്ന മകളുമാണ്. സ്വന്തം ബീജത്തിൽ നിന്നും മക്കൾ പിറന്നെങ്കിൽ മാത്രമേ അച്ഛനാകൂ എന്ന നിയമമൊന്നുമില്ല. സ്വന്തമായി കരുതാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് തന്നെയാണ് അച്ഛനാവാനുള്ള മാനദണ്ഡവും. ഒരു കിതപ്പോടെ ഹരിമാഷ് പറഞ്ഞു നിർത്തി. അതൊക്കെ കേട്ടിരുന്ന വിനയന്റെ ചുണ്ടുകൾ പുച്ഛത്തിലൊന്ന് കോടി. കഴിഞ്ഞോ ഏട്ടന്റെ പ്രസംഗം? നിനക്കിത് പ്രസംഗമാകാം. എന്നാൽ ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ മനസ്സാ, നീറുന്ന എൻ്റെ വേദനകളാ. അതുകൊണ്ട് ഇതിൽ നിന്നും 1 ഇഞ്ച് ഭൂമി നിനക്ക് ഞാൻ തരില്ല. അങ്ങനെ ചെയ്താ ദൈവം പോലും പൊറുക്കില്ല എന്നോട്. ശരി, ഇത് ഏട്ടന്റെ അവസാന വാക്കല്ലേ? ഇനിയൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ മാറ്റണമെന്ന് കരുതിയിട്ടും ഇനി കാര്യമില്ല. ഹരിപ്രസാദ് പറഞ്ഞത് കേട്ട് വിനയൻ നെറ്റിച്ചുളിച്ച് അദ്ദേഹത്തെ ഒന്ന് നോക്കി. കാരണം? ഈ വസ്തുക്കളെല്ലാം അല്ലിയുടെ പേരിൽ ഞാൻ എഴുതി വെച്ചു. മിനിയാന്നത് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടി. ഇനി അത് അവൾക്കുള്ളതാ. വിനയൻ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം സ്വപ്നം കണ്ടതെല്ലാം നീർക്കുമ്മളയാണെന്നോ? ഇല്ല, ഇതിന് ഞാൻ അനുവദിക്കില്ല. എനിക്ക് വേണം എൻ്റെതായതെല്ലാം. ഞാൻ ആർക്കും കൊടുക്കില്ല. നിനക്കറിയാടാ അന്നത്തെ ആക്സിഡന്റ് അതെങ്ങനെയാണ് ഉണ്ടായതെന്ന്? ഞാനാ കൊന്നതാ. ഞാൻ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാ. അളകയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാ ഞാൻ കരുതിയത്. 3 പേരെയും ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടി ഞാനാ കൊട്ടേഷൻ കൊടുത്തത്. ആ ടാങ്കർ ലോറിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഇടിച്ച് തെറിച്ച് മരത്തിൽ ഇടിച്ച് വീണു അവൾ, നിന്റെ ഭാര്യ. എന്നിട്ടും മരിച്ചില്ല. റിവേഴ്സ് എടുത്ത് ടാങ്കർ ലോറി അവളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിച്ച് ഞാൻ. അവളുടെ ശരീരത്തിലൂടെ ലോറി കയറ്റി ഇറക്കുമ്പോൾ എൻ്റെ നെഞ്ചിലുണ്ടായിട്ടുണ്ട് ഒരു സന്തോഷം, ഒരു ഉന്മാദം.